ദൈവസന്നിധിയിൽ ആഗതരായിരിക്കുന്ന അനുഗ്രഹിതരും ശ്രേഷ്ഠന്മാരുമായ ദൈവദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തിരുന്ന് ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി ശ്രവിക്കുന്ന ഏവർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. നമുക്ക് വിശുദ്ധ ബൈബിൾ തുറക്കാം. വളരെ പരിചിതമായ ഒരു വാക്യത്തെയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനത്തെ ആധാരമാക്കിയാണ് നിങ്ങളോട് സന്ദേശം പറയാൻ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ ആത്മീയ സന്ദേശം തന്നിരിക്കുന്നത്. അത് അല്പസമയം നമുക്ക് ഒന്ന് ധ്യാനിക്കാൻ ദൈവം സഹായിക്കട്ടെ. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. വളരെ പരിചിതമായ തിരുവെഴുത്താണ് വായിച്ചു കേട്ടത്. ഈ തിരുവെഴുത്തിൽ നിങ്ങളോട് സംസാരിക്കുവാൻ കാരണം, പരിശുദ്ധാത്മാവ് എനിക്ക് ഇന്നത്തെ ആത്മീക സന്ദേശം കൊടുക്കാൻ സമയമായ സമയത്ത് എനിക്കൊരു ബോധ്യം കർത്താവ് തന്നു. ഇന്ന് എന്താ നടക്കാൻ പോകുന്നതെന്ന്. ആ നടക്കാൻ പോകുന്നതിൻ്റെ ഒരു രത്ന ചുരുക്കമാണ് ഈ വാക്യത്തിനകത്ത് മറഞ്ഞു കിടക്കുന്നത്. ദൈവം എന്നോട് സംസാരിച്ച കാര്യം ഞാൻ തുടക്കത്തിലെ പറഞ്ഞുകൊണ്ട് ഈ ദൂതിലേക്ക് നമ്മൾ കടക്കുവാനായിട്ട് പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം എന്നോട് പറഞ്ഞ കാര്യം, പുതിയ ഒരു ഉറവ തന്ന് പുതിയ ഒരിടം ഒരുക്കി തരും. ഒന്നുകൂടെ പറയാം, പുതിയ ഒരു ഉറവ തുറന്ന് തന്ന് പുതിയ ഒരിടം നിനക്ക് ഉണ്ടാക്കി തരും. അപ്പം രണ്ട് കാര്യങ്ങൾ നടക്കണം. പുതിയ ഉറവകൾ തുറക്കപ്പെടണം, പുതിയ ഇടങ്ങൾ ഒരുക്കപ്പെടണം. അപ്പം നമ്മുടെ കണ്ണിന് കാണാൻ വയ്യാത്തത് എന്തൊക്കെയോ കർത്താവ് ഇന്നത്തെ പ്രാർത്ഥനയിൽ ചെയ്യാൻ പോകുകയാണ്. എൻ്റെ കൺമുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നതെല്ലാം ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായമാണ്. നമുക്ക് അല്പസമയം ഈ അധ്യായത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയായിരിക്കും, എനിക്കൊരു പുതിയ ഉറവ തുറന്നു തരണേ. എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടമുള്ള ആളുണ്ട്, അവിടോട്ട് ഞാൻ പ്രസംഗിക്കാൻ പോകില്ല, നിങ്ങളുടെ അറിവിലേക്ക് പറയുക. അക്സ പിതാവിനോട് ചെന്ന് ചോദിക്കുക, അപ്പാ എനിക്ക് ഒരനുഗ്രഹം കൂടെ തരണം. അതെന്നാന്നറിയോ? എനിക്ക് നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ വിട്ടത്, എനിക്കൊരു നീരുറവ തരണം. അപ്പം കൊടുത്താൽ കേൾക്കണോ? അവക്ക് മുകളിൽ ഉറവ കൊടുത്തു, താഴെ ഉറവ കൊടുത്തു. അപ്പം ഞാനോട് ഈ ദൗതിലേക്ക് തുടക്കേറുന്നതിന് മുമ്പേ പറയാം, നമുക്ക് പ്രാർത്ഥിക്കാൻ റൈറ്റ് ഉണ്ട്. ഒരുറവ തരണേ. സ്തോത്രം. ഇന്നത്തെ പ്രയർ കഴിയുമ്പോൾ ദൈവം അനുവദിച്ചാൽ ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത് ദൈവത്തിൻ്റെ ഉറവകൾ തുറന്നു വരാൻ തുടങ്ങും. മാത്രമല്ല, നിനക്കൊരു ഇടം ദൈവം ഉണ്ടാക്കി തരാൻ പോവാ. നീ മനസ്സിൽ വിചാരിക്കാത്തൊരു സ്ഥലം, നിനക്ക് പാർക്കാനൊരു ദേശം, ജോലി ചെയ്യാനൊരു ദേശം, അനുഗ്രഹിക്കപ്പെടാനൊരു ദേശം, അവകാശം പ്രാപിക്കാനൊരു ദേശം, അതൊക്കെ ഒരുക്കപ്പെടുമെന്ന ഇന്നത്തെ ദൂത്. ഈ ദൂതിലേക്ക് വരണമെങ്കിൽ ഈ ദൂതിനെ സംബന്ധിക്കുന്ന ആത്മീക ചിന്തകൾ നമ്മുടെ ഉള്ളിലോട്ട് കയറണം. കർത്താവിന് സ്തോത്രം. രണ്ട് കാര്യം അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തൊന്ന് വിശ്വാസം പറ, ഒരു ഉറവ ഉടനെ തുറക്കുമെന്ന് പറ. ഒന്ന് ചിരിച്ചോണ്ട് പറ, ഒരുറവ. ഓ ഹല്ലേലൂയ, ഒരുറവ ഉടനെ തുറക്കും. ഇനി ചോദ്യം, എവിടൊക്കെ ഉറവ ഇരിപ്പുണ്ട്? നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ തമ്പുരാൻ ഉറവ മറച്ചു വെച്ചിട്ടുണ്ട്. നിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പം കത്തുന്ന തീക്കൽപ്പാറയെ കാണാൻ പറ്റും, പക്ഷെ അതിനകത്തും തമ്പുരാൻ നീ അനുഭവിക്കേണ്ട ഉറവ. മനസ്സിലായി വരുന്നവർക്കായി സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പ്രവചനം പറഞ്ഞു, നീ മനസ്സ് വെച്ച് കേട്ടനുസരിച്ചാൽ ദേശത്തിലെ നന്മ നീ അനുഭവിക്കും. അപ്പൊ പ്രാർത്ഥിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാം, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത എവിടോ നാം അനുഭവിക്കേണ്ട ഒരു ഉറവ കിടപ്പുണ്ട്. സ്തോത്രം. അത് ഒന്ന് എത്തിപ്പിടിക്കാനുള്ള ശ്രമമാണ്. ഞാൻ നിങ്ങളോട് പറയാം, ഏറ്റവും വലിയ വിടുതൽ നടക്കുന്നത് ആത്മീക ശുശ്രൂഷയുടെ നടുവിലാണ്. ഒരു ഉറവ തെളിഞ്ഞു കിട്ടിയാൽ പിന്നെ അത് അവസാനിക്കത്തില്ല. ഞാൻ ആ വാക്യത്തിലോട്ട് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരണമെങ്കിൽ 26-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം നമ്മൾ വായിക്കണം. 26-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം. അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തൊരു ക്ഷാമമുണ്ടായി.
അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടായി. ഈ ക്ഷാമം എന്ന് പറഞ്ഞാൽ എന്തുവാ? നല്ല 2-3 മലയാള വാക്ക് പറയാം. ഒന്ന്, സുഖകരമായി ജീവിക്കുവാൻ പറ്റാത്ത അന്തരീക്ഷമാണ് ക്ഷാമം എന്ന് പറഞ്ഞത്. എന്നും എല്ലാറ്റിലും എല്ലായ്പ്പോഴും ദാരിദ്ര്യം വെളിപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ. ഇച്ചിരൂടെ കയറി പറഞ്ഞാൽ ജീവിക്കണമെന്നുള്ള ആശ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഒരുവന്റെ ക്ഷാമത്തിൻ്റെ അവസ്ഥ. ഈ ബൈബിൾ നമ്മൾ പഠിക്കുമ്പം ഒത്തിരി പേരുടെ കാലത്ത് ക്ഷാമം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഈ 2026 ജനുവരി മാസം 26 പ്രാർത്ഥിക്കുന്നവരുടെ ലൈഫിലും വർഷങ്ങളായി മാറാത്ത ക്ഷാമമുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഈ ക്ഷാമത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം? ക്ഷാമം അനുഭവിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റാമെന്നാ പാട്ടുകാരൻ പാടുന്നത്. എന്നാൽ എത്ര പ്രാർത്ഥിച്ചിട്ടും മാറാത്ത ക്ഷാമങ്ങൾ ഇന്ന് നിന്റെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. സ്തോത്രം. ഞാനൊരു വെളിപ്പാട് നിങ്ങളോട് പറയാം. ഞാനൊരു കാഴ്ച കണ്ടോണ്ടാ നിൽക്കുന്നേ. പലതും ഇന്നത്തെ പ്രാർത്ഥനയിൽ മാറിപ്പോകും. വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതങ്ങൾ, കഷ്ടകാലങ്ങൾ, ദാരിദ്ര്യ അവസ്ഥകൾ, ക്ഷാമത്തിന്റെ അനുഭവങ്ങൾ. ഈയിടെ ഒരു മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറയുക, പാസ്റ്ററെ, എൻ്റെ മുമ്പിൽ ധാരാളം വഴികൾ നിപ്പുണ്ട്. ഞാൻ ചോദിച്ചു, എന്തുവാ വഴി ഒന്ന് പറയോ? പറഞ്ഞു, മൂത്ത മോൻ അമേരിക്കയിലാ. അവൻ്റെ ഒരു പ്രൊമോഷൻ കിട്ടിയാൽ സാലറി ഡബിൾ ആവും. ഇപ്പോഴത്തെ സാലറി അവനും ഭാര്യയ്ക്കും പിള്ളേർക്കേ ഉള്ളൂ. ഒരു പ്രൊമോഷൻ കിട്ടിയാൽ ഞങ്ങളുടെ കാര്യം ലാഭിഷായി നടക്കും. പക്ഷേ 3 വർഷമായിട്ട് വഴിയുണ്ട്, കാണാനേ പറ്റുന്നുള്ളൂ, ഉറവ തുറക്കുന്നില്ല. രണ്ടാമത്തെ മകനെ കുറിച്ച് പറഞ്ഞ് അവൻ ബിസിനസ് ചെയ്യുക. ലോർഡ്, അവന്റെ ബിസിനസ്സിനകത്ത് 3 വർഷമായിട്ടൊരു പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ നോക്കിയിട്ട് ആ കമ്പനി സൈൻ ചെയ്യുന്നില്ല. സൈൻ ചെയ്താലോ ഞങ്ങളുടെ വീടിന് അപ്പുറത്തെ മനോഹരമായി പണിതേക്കുന്നൊരു പുതിയ വീട് അഡ്വാൻസ് കൊടുത്തിട്ടേക്കാം. 3 കൊല്ലമായി സൈൻ പ്രതീക്ഷിക്കുക. ഒരു സൈൻ നടന്നാൽ ഇപ്പൊ വീടാ ഉറവ നിൽക്കുക, പക്ഷെ തുറക്കുന്നില്ല. ഈ ക്ഷാമം എന്താണെന്നൊന്ന് പറയാൻ പോവുക. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ഒരു സന്ദേശം പറയാം. ക്ഷാമകാലത്തെ ഭക്തന്മാർ എങ്ങനെ കൈകാര്യം ചെയ്തെന്ന് ബൈബിളിൽ നിന്ന് പഠിച്ചാലേ ഈ ഗതികേടിൽ നിന്ന് നീ വെളിവരും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. കണ്ണടച്ചു പറയുന്ന കാര്യം പഠിക്കുന്നത് നല്ലതാ, അതിനേക്കാൾ ഈടുറ്റതാ വചനം പഠിക്കുന്നേ. ഒരാമയും പറയണം. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദൂത് പറയുക, ചിലതൊക്കെ ഒഴിഞ്ഞു പോയേലേ പറ്റൂ. ഈ നിങ്ങൾ കണ്ടോ, ഈ ഒരു ക്ഷാമം വരുമ്പോഴാ സത്യത്തിൽ പിന്നെ ഗതികേട് കൂടുക മനുഷ്യൻ. ഈ പ്രായമുള്ളവർ പറയുന്നൊരു ഭാഗമുണ്ട്, ഇടി വെട്ടിയവനെ പാമ്പൂടെ കടിച്ചെന്ന്. ഒരു പഴഞ്ചൊല്ലുണ്ട്. ഒന്നാമത് ഇടി വെട്ടി അവൻ്റെ തലയിലെ മുടിയെല്ലാം പോയി. അന്നേരം അവനെ എന്തോ ചെയ്തു? ഈ ഏലീശാ പ്രവാചകന്റെ കാലത്തൊരു കാര്യം നടന്നു. സ്തോത്രം. ഈ ഗതികേടാ പറയാൻ പോകുന്നത്. നമുക്ക് ഒരു വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 4-ാം അധ്യായം ഒന്നെടുക്കുക. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം. ഏലീശായുടെ ചരിത്രം എന്ന് പറയുമ്പോൾ 2 രാജാക്കന്മാരാണെന്നറിയാമല്ലോ. കർത്താവിന് സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 38-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അനന്തരം ഏലീശ ഗിൽഗാലിൽ പോയി. അന്ന് ദേശത്ത് ക്ഷാമം ഉണ്ടായിരുന്നു. അന്ന് ദേശത്ത് എന്തുവായി? ക്ഷാമമുണ്ടായിരുന്നു. പ്രവാചക ശിഷ്യന്മാർ അവന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ അവൻ തന്റെ ബാല്യക്കാരനോട്, നീ വലിയ കലം അടുപ്പത്ത് വെച്ച് പ്രവാചക ശിഷ്യന്മാർക്ക് പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ഏലീശാ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് മുകളിലുള്ള അധ്യായങ്ങളൊക്കെ പഠിക്കണം. സ്വത്രം. മരിച്ച കൊച്ചിനെ വരെ എഴുന്നേപ്പിച്ച് അമ്മയുടെ കൊടുപ്പിച്ച് ഇങ്ങോട്ട് വരുന്ന ഭാഗമാണ്. അന്നേരം ഇവിടെ
ക്ഷാമം ഉണ്ടായപ്പോൾ പ്രവാചകൻ പറഞ്ഞു നമുക്ക് കൊണ്ട് 21 ഇരിക്കാമെന്നല്ല പറഞ്ഞത്, പായസക്കലം കലം വെക്കാൻ പറഞ്ഞു, പായസം വെക്കാൻ പോവാന്ന് പറഞ്ഞു. സ്തോത്രം. ഈ ക്ഷാമത്തിലൊക്കെ ഇച്ചിരി പായസം, ഈ ഫുഡ് കൊടുക്കുമ്പോഴും കല്യാണത്തിന് കൊടുക്കുമ്പോഴും കഴിഞ്ഞ അവസാനം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഐസ്ക്രീം ആണോ പുഡിംഗ് ആണോ പായസമാണോ? ഇപ്പം ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചാണ് എല്ലാം കൊടുക്കുന്നവരുണ്ട്. പോട്ടെ, സമ്പത്തനുസരിച്ച് കൊടുത്തു, അത് കല്യാണത്തിനെ കൊടുക്കാൻ പറ്റും, ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. മോൻ്റെ കല്യാണമായിരുന്നു, മോടെ കല്യാണമായിരുന്നു, ഐസ്ക്രീം അന്ന് തരേണ്ടതാ, ഇന്ന് ഞാൻ ജോയി ഐസ്ക്രീം വീട്ടിൽ, അത് കൊടുക്കാൻ പറ്റത്തില്ല, അന്നേ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് വല്ലതും കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ല ആരോഗ്യമുള്ളപ്പം വല്ലതും കൊടുത്തോണം. കട്ടിലേക്ക് കിടക്കുമ്പോൾ കൊടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് നിലവിളിക്കാതെ ഈ കൊടുക്കാൻ ആഗ്രഹമുള്ളപ്പോൾ തന്നെ കൊടുത്തോണം. അപ്പോൾ പറഞ്ഞു വലിയ കലം വെക്കാൻ പറഞ്ഞു. അങ്ങനെ അല്ലയോ വായിക്കുന്നത് അവിടെ? ഒന്നുകൂടെ ഒന്ന് വായിച്ച് കേൾപ്പിച്ച്. കർത്താവിന് സ്തോത്രം. അനന്തരം എലീശ ഗിൽഗാലിൽ പോയി. അന്ന് ദേശത്ത് ക്ഷാമം ഉണ്ടായിരുന്നു. പ്രവാചക ശിഷ്യന്മാർ അവന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ അവൻ തന്റെ ബാല്യക്കാരനോട്, നീ വലിയ കലം അടുപ്പത്ത് വെച്ച് പ്രവാചക ശിഷ്യന്മാർക്ക് പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അവരോട് പറഞ്ഞു പായസം ഉണ്ടാക്കാൻ പറഞ്ഞു. ഒരുത്തൻ ചീര പറിപ്പാൻ വയലിൽ ചെന്ന് ഒരു കാട്ടുവള്ളി കണ്ട് മടി നിറയെ പേച്ചൂര പറിച്ചു കൊണ്ടുവന്നു. ഒന്നാമത് ക്ഷാമം, അതിൻ്റെ കൂടെ ഭാഗ്യം കിട്ടിയപോലെ ഒരു പായസം വന്നതാ. അതിനിടയ്ക്ക് വേണ്ട പായസത്തിന് ചീര പറിക്കാൻ പോയ കൂട്ടത്തിൽ ഒരുത്തൻ വെളിപ്പാടില്ലാതെ കയറിഞ്ഞ് പേച്ചൂരയെല്ലാം കൂടെ ഒരു കൊട്ട പറിച്ചോണ്ട് വന്നേക്കുക. ആദ്യം പോയവന്മാരെല്ലാം കൂടെ നല്ല ചീര കൊണ്ടുവന്ന്, എന്താ പായസം അവിടുത്തെ പായസം പറ, ചീര. ഇപ്പൊ ഇറങ്ങി പോകുകയൊന്നും ചെയ്യരുത്, ഉപവാസം ഇരിക്കുക, പക്ഷേ അതിനിടെ ചീരപ്പായസം, അതിനിടയ്ക്കായത് പറയേണ്ടി. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അപ്പൊ ചീരപ്പായസം ഉണ്ടാക്കി. എൻ്റെ ഭാവനെ പറയുക കേട്ടോ, ഈ പേച്ചീര പറിക്കാൻ പോയവന് ഏത് ചീരയാന്നറിയാത്തോണ്ട് ഒരു വള്ളിപ്പടപ്പ് പറിച്ച് പേച്ചീരയും പറിച്ചോണ്ട് ഒരു വല്ലത്തിനകത്ത് ചുമന്നുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ പായസം വെന്ത ഏലക്ക ഇടുന്ന വരുവായി. അന്നേരം അവനൊരു വെറൈറ്റി ചീര എന്ന് പറഞ്ഞു കൊണ്ടുവന്ന നോക്കിക്കണ്ടൊക്കെ നിന്നോണം. പല വെറൈറ്റിയും വരുന്നുണ്ട്, അത് നിന്റെ ലൈഫിനെ തകർക്കാനാ. ഇനി ശ്രദ്ധിച്ചു കേട്ടെ, അവൻ വന്നവന്മാർ ഇതുകൂടെ അരിച്ചങ്ങോട്ട് ഇട്ടു കൊടുത്തു. സ്തോത്രം. എല്ലാവരും ഈ ക്ഷാമകാലത്ത് പായസം കുടിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ എല്ലാരെയും ഇരുത്തി പായസം അങ്ങോട്ട് വിളമ്പിയപ്പോ കുടിച്ചവൻ പുറകോട്ട് വീണു. അപ്പം എലീശ പ്രവാചകന് ഒരു ചാക്കിന്റെ മണ്ടയ്ക്ക് ഇടിക്കുക. എൻ്റെ ഭാവനയില. ദൈവത്തിന് സ്തോത്രം. എന്ത് ചെയ്യുന്നറിയാമോ? ഈ മരണം വ്യാപരിച്ചപ്പോ കൂട്ടം നിലവിളി ഉണ്ടായി. അയ്യോ പ്രവാചക, മരണം! ഒരു പിടി മാവെടുത്തൊരു ഒറ്റ ഏറ് കൊടുത്തോളാൻ പറഞ്ഞു. ഇനിയും മരണം വാഴത്തില്ലെന്ന് പറഞ്ഞു. നിന്റെ ഗതികേടിനെ അഭിഷേകം കൈകാര്യം ചെയ്താൽ നിന്റെ സ്തോത്രം. ഇനി ആ ഭാഗം അങ്ങ് വിട്ടേ. ഈ ചിലർ പറഞ്ഞു, എൻ്റെ ബ്രദറെ, നേരത്തെ ഒരു കുഴപ്പമില്ല, നീ എന്തോത്തെ തൊട്ടാലും അനുഗ്രഹമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്നോത്തെ തൊട്ടാലും വഴിയെ പോകുന്ന അടി വണ്ടി വിളിച്ച് നമ്മുടെ വീട്ടിൽ വരിക. വഴിയെ പോകുന്ന അടി. ഈയിടെ ഒരു മനുഷ്യൻ എന്നോട് പറയുക, അയാൾ വലിയ പ്രശ്നത്തിനായി. അയാളും അയാളുടെ ഭാര്യയും കൂടെ അയാളുടെ വീട്ടിൽ താമസിക്കുമ്പം അയലോക്കത്ത് ദിവസം കുടിച്ചേച്ച് അയാളുടെ വീട്ടിലോട്ട് വന്നു. അയാളുടെ സിറ്റൗട്ടിൽ നിന്ന് ഭാര്യയുടെ വസ്ത്രത്തേക്കടി പിടിച്ചു. ഭാര്യയുടെ വസ്ത്രത്തേക്കടി പിടിച്ച ഭർത്താവ് പിടിച്ച് ഒരു തെള്ളി ഇതുകൊണ്ട് അവിടെ ചെന്ന് കല്ലേലടിച്ചു വീണു. അവിടെ കിടന്നങ്ങ് തീർന്നു പോയി. കേട്ടോ, പ്രശ്നം വണ്ടി പിടിച്ചു വരിക. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നീ വിചാരിക്കുന്നതിനേക്കാൾ ഭയങ്കര പൈശാചികത്വം ചിലയിടത്ത് നടമാടുക. ഇതിനിടയ്ക്കാണ് ദൈവകൃപയുടെ ആവശ്യം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാണ്. അപ്പൊ ഇനി മനസ്സിലാകുന്ന രീതിയിലോട്ട് നിങ്ങളുടെ ദൂതുകളെ ഒന്ന് ഇച്ചിരുടെ ദൈവത്തിന് സ്തോത്രം ഒന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് വരാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം കൂടെ പറയാം. കർത്താവിൻ്റെ സ്തോത്രം. ഈ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ മുടിയനായ പുത്രൻ എന്ന് വിളിക്കുന്ന ഒരാളുടെ ചരിത്രമുണ്ട്. ബൈബിൾ അങ്ങനെ വിളിക്കുന്നില്ല, നമ്മൾ വിളിച്ചതാണ്. 15-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ. 15-ാം അധ്യായം 14-ാം വാക്യം. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായിട്ട് എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന കാശുണ്ടായപ്പോൾ ക്ഷാമം വന്നില്ല, മൊത്തം തീർന്നു. നിന്നടത്ത് ക്ഷാമവും. സ്തോത്രം.
ഇനി ഞാൻ ബൈബിളിലോട്ട് വരിക. ഇനി താഴോട്ട് നിങ്ങൾ വായിക്കണ്ട. കാരണം അവൻ പിന്നെ മൃഗത്തെ തീറ്റുന്ന ജോലി കിട്ടിയെന്നും അവിടെ പോയെന്നും പന്നി തിന്നുന്ന വാളവരെ തിന്നാൻ കൊതിച്ചെന്നും കിട്ടിയില്ലെന്നും പന്നി അടിച്ചെന്നും അമ്മ വീട്ടിനെക്കുറിച്ച് ഓർത്തെന്നും അപ്പൻ്റെ വീട്ടിൽ വന്നെന്നും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചെന്നും അവകാശം കൊടുത്തെന്നും ഒക്കെയുള്ള ചരിത്രമാണ്. അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. ആമേ, ഇതിനകത്ത് പറയാൻ പോകുന്ന സ്ഥലം ക്ഷാമം വരുമ്പോഴാണ് എങ്ങുമില്ലാത്ത പ്രശ്നം തലപൊക്കുന്നത്. ഇനി ബൈബിളിലോട്ട് നമ്മൾ വരിക. ദൈവത്തിന് സ്തോത്രം. ഈ ഇസഹാക്ക് ക്ഷാമം അനുഭവിക്കുന്നത് കനാൻ ദേശത്താണ്. ഇസഹാക്ക് നേരെ പോകാൻ പോവുക. അപ്പന് പണ്ട് ക്ഷാമം ഉണ്ടായപ്പോൾ എങ്ങോട്ടാ പോയേ? മിസ്രൈമിലോ. അതുകൊണ്ട് അവനും എന്തോ ചെയ്തു? മിസ്രൈമിലേക്ക് പോയി. അങ്ങനെ പോകാൻ കൊതിച്ചിരിക്കുമ്പം 26-ാം അധ്യായം 2-ാമത്തെ വാക്യം എടുത്താട്ടെ. യഹോവ അവന്റെ പ്രത്യക്ഷനായി അരുളി ചെയ്തെന്തെന്നാൽ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എത്ര വലിയ ക്ഷാമത്തിനിടയ്ക്കും ഒരു ദൈവിക ഇടപെടൽ നിനക്കുണ്ടായാൽ ആ ഇടപെടൽ നിന്നെ കറക്റ്റ് വഴിയിലെത്തിക്കും. ഞാനൊരു ശബ്ദം കേൾക്കുക. ചിലരുടെ ബുദ്ധിമണ്ഡലം ഈ വിഷയത്തിൽ നിന്ന് പൊട്ടാൻ പോവുക. ഒരാത്മമണ്ഡലം തുറന്നു വരാൻ പോവുക. ബുദ്ധിയിൽ ചിന്തിച്ചാൽ നടക്കാത്ത കാര്യം യേശുവിന്റെ നാമത്തില് ഇപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, ആ 10 സെന്റ് വിറ്റ പ്രശ്നം തീരും. അത് വിൽക്കത്തുമില്ല, പ്രശ്നം തീരത്തുമില്ല. അപ്പൊ ഞാൻ പറയാം, എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം ബ്രദറെ, ഞാൻ കുവൈറ്റിലൊരു ജോലിക്ക് വിസയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അത് വന്നാൽ ശരിയാവും. നീ അവിടെ ചെന്ന അറബി ശമ്പളം തരത്തുമില്ല. അവിടെ ചെന്നെന്നുമായി ശമ്പളം. ഇപ്പൊ ഞാൻ നിന്നോട് പറയാം, നിന്റെ ബുദ്ധിയിലുള്ള ഈ പൊട്ടക്കളി എല്ലാം ഇന്ന് നിർത്തണം. നിന്റെ ക്ഷാമത്തിനകത്ത് ഇന്നൊരു ശബ്ദം മുഴങ്ങണം. ഒരാമയും വരുന്നില്ല. നിന്റെ അവസ്ഥ ഗതികേടുള്ള അവസ്ഥയാ, ആർക്കും മാറ്റാൻ വയ്യാത്ത അവസ്ഥയാ. പക്ഷെ ഇന്ന് പകൽ നിനക്കൊരു സൊല്യൂഷൻ ദൈവത്തിൽ നിന്നുണ്ടാകുക. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഇപ്പം മുതൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രസംഗിക്കുന്ന എനിക്ക് മാത്രമല്ല കൃപ. ആ കറുത്ത ചെക്ഷട്ടിയുടെ ബ്രദർ ഒന്ന് കൈവക്കാവോ? എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിനക്ക് മുമ്പിൽ വ്യത്യസ്തകരമായ ചില വഴികൾ ഓപ്പൺ ആകാൻ പോവാ. പ്രാർത്ഥനയ്ക്ക് ശക്തി കൂട്ടുന്നെങ്കിൽ ഞാൻ കാണുക, നിന്റെ മുമ്പിൽ മല പോലെ തലപൊക്കി നിന്ന ചില പർവ്വതങ്ങളെ ഒരു മെതിവണ്ടി മെതിച്ച് പൊടിക്കുന്നത് പോലെ പൊടിച്ചിട്ട് നിന്റെ വഴി സുഗമമാകാൻ പോവാ. നിന്റെ ക്ഷാമകാലം ഹല്ലേലൂയ വ്യക്തികളെ പരിശുദ്ധാത്മാവ് തൊടുകയാ. ഞാൻ ഒറ്റ കാര്യത്തിനാ പ്രാർത്ഥിക്കുന്നത്, ഉറവ തെളിഞ്ഞ് ഈ പ്രയർ നിർത്താവൂ. ഉറവ വെളിപ്പെട്ട് നിന്റെ ക്ഷാമത്തെ നോക്കി ചിലര് ചിരിക്കുന്നുണ്ട്. അവൻ ഇങ്ങനെ കിടക്കട്ടെ, അവൾ ഇങ്ങനെ കിടക്കട്ടെ, അവൻ ഇങ്ങനെ ആകട്ടെ. നോ നോ നോ. കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. നിന്റെ ക്ഷാമത്തെ ദൈവം കൈകാര്യം ചെയ്യാൻ പോവുക. നിന്റെ ക്ഷാമത്തെ യേശുക്രിസ്തുവിന്റെ ദേവാലയത്തിലെ പ്രസംഗത്തിനകത്ത് ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു പ്രസംഗിക്കുമ്പോൾ യേശു ഒരു കാര്യം പറഞ്ഞ ഭാഗം ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. തോന്നുന്നത് ലൂക്കോസ് 4:25 ഒന്ന് കേട്ടാൽ ഏറ്റവും നല്ലതായിരിക്കും. ഏലിയാവിന്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം മഹാക്ഷാമം. ഞാൻ ഈ വാക്യങ്ങൾ തമ്മിൽ ഒന്ന് ചേർത്ത് വെക്കുക. ചിലർക്ക് ക്ഷാമം, ചിലർക്ക് മഹാക്ഷാമം. ഇനി ദൈവം ഇടപെട്ടാൽ നിന്റെ മഹാക്ഷാമം പൊട്ടിക്കാൻ ഒരാളെ നിന്റെ അടുക്കലേക്ക് വിടും. യേശുവിന്റെ നാമത്തില് അവിടെ വായിച്ചു കേട്ടെ ദൈവത്തില്. ഏലിയാവിന്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസം അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രയേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നെന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സരാപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കലേക്ക് ഏലിയാവിനെ അയച്ചില്ല. എത്ര കൊടികുത്തി വാണാലും നിന്റെ വിടുതലിന് സമയമാകുമ്പോൾ നിന്റെ വിടുതലിന് ഒരാളെ നിന്റെ അടുക്കൽ അയക്കും. എനിക്കിവിടെ നിന്നോട് പ്രവചിക്കാം, നിന്റെ വീട് ദേശത്ത് മറ്റുള്ള വീടുകളിൽ വെച്ച് വ്യത്യസ്തതയുള്ള വീടാകട്ടെ. എല്ലാ വീട്ടിലും ക്ഷാമം വാഴുമ്പോൾ നിന്റെ വീട്ടിൽ അനുഗ്രഹം വാഴട്ടെ. എല്ലാ വീട്ടിലും ഗതികൾ എവിടൊക്കെയോ ദൈവകൃപ ജ്വലിക്കുക. ഇന്ന് ചില വീടുകളെ ദൈവം എടുത്തു കാണിക്കുക.
യേശുവിന്റെ ദാരിദ്ര്യം കൊടികുത്തി വാഴുന്ന വീട്, ഗതികേട് കൊടികുത്തി വാഴുന്ന വീട്, ഇന്ന് ആ വീട്ടിൽ നിന്ന് ആ പോരാട്ടം അഴിഞ്ഞു പോ. നിന്റെ വീടിന്റെ പേരുള്ള ഗതികേട് പൊട്ടാൻ പോവാ. ഓ യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് നിന്റെ വീടിനകത്തെ ദാരിദ്ര്യം മാറി, നിന്റെ വീടിനകത്തെ ശാപം. ഓ ശദാരാധരാധരാധ ആരുടെയൊക്കെയോ വീടിനെ ദൈവാത്മാവേ അർഥുരോദോരോ സദ്ധരപരപതി അധുരഗണപതി ലിപി. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നിങ്ങൾ ചിലർക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ വീടിനൊരു പ്രാർത്ഥന ആവശ്യമാണെന്ന്? എത്ര പേർക്ക് തോന്നുന്നുണ്ട്? നിങ്ങൾ നോക്കിയ ഒരു ദേശം മുഴുവൻ ക്ഷാമം, ഒരു വീട്ടിൽ മാത്രം സമൃദ്ധി. ദൈവത്തിന്റെ ആത്മാവിനോട് പറയുകയാണ്, നാട്ടുകാർ റെഡ് വരച്ച നിന്റെ വീടിനകത്ത് തമ്പുരാൻ മറ്റൊന്ന് വര. കൃപ 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 കൃപ. ഞാൻ മുമ്പേ നിങ്ങളോടൊരു പദം പറഞ്ഞായിരുന്നു, പ്രശ്നം വണ്ടി പിടിച്ചു വരും, അനുഗ്രഹവും വണ്ടി പിടിച്ചു വരും. ഒരപ്പച്ചൻ വീട്ടുമുറ്റത്ത് താടിക്കും കൈ കൊടുത്ത് വിഷമിച്ചിരിക്കുമ്പം വേണ്ടേ ഒരു പെട്ടകം വീടിനെ തേടി വരിക. അപ്പച്ചനോട് പറയുക, ഇസ്രായേലിന്റെ രാജാവ് പറഞ്ഞെന്ന് പെട്ടകം വീട്ടിൽ വെക്കാൻ. അവൻ പറഞ്ഞു ഇടമില്ല. ഇടം ഉണ്ടാക്കി കൊടുത്തോ, നിനക്ക് ഇടം, പെട്ടകം വെക്കാൻ ഇടമുണ്ടാക്കിയാൽ നിനക്ക് കൃപ വ്യാപരിക്കണം. കൃപ, യെസ്, ഓ കൃപ വേണമപ്പാ. ഓ റമന, ഇന്ന് ചില വീടുകളിൽ കൃപ വ്യാപരിക്കാൻ പോവാ. എത്ര പേർ പറയും കർത്താവേ കൃപ വേണമപ്പാ, കൃപ കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ മക്കൾക്ക്. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ, രണ്ട് കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ. വേണമപ്പാ, കൃപ വേണമപ്പാ മക്കൾക്ക്. ഓ കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ മക്കൾക്ക്. നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യം. ഞാനൊരു ആത്മീക ദൂത് പറയാം. ജീസസ് മിന്നുന്ന വാളിന്റെ ജ്വാലയുമായി ഇന്ന് ചില വീടുകളുടെ മുമ്പിൽ ദൂതന്മാർ ഇറങ്ങുക. പൊട്ടത്തില്ലെന്ന് പറഞ്ഞ ക്ഷാമം, നിങ്ങൾ അറിയണം, പലർ ക്ഷാമമുണ്ടെങ്കിലും ഒരാടെ വീട്ടിൽ മാത്രം ഒരു വെളിപ്പാട് പറയാം. നിന്റെ വീടിന്റെ വിടുതലിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. നിന്റെ സന്തതിയുടെ വിടുതലിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. നിന്റെ കുടുംബജീവിത കൃപ ദൈവസാന്നിധ്യം ഇറങ്ങി വരട്ടെ. ഇന്നിവിടെ ദൂത് പറയുമ്പോൾ ചില വീടുകളിൽ നിന്ന് ചില പോരാട്ടങ്ങൾ ഇളകും. ചില വ്യക്തികളുടെ ചില മന്ത്രവാദ കെട്ടുകൾക്ക് ഇന്ന് ദൈവം ഫുൾ സ്റ്റോപ്പ് ഇടുക. കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വിടാത്ത പാരമ്പര്യങ്ങൾ ഇന്ന് പൊട്ടണം. ഞാൻ ശബ്ദം കേൾക്കുന്നു, ക്ഷാമം തീരാൻ പോവാ. ക്ഷാമകാലത്തിന് ക്ഷേമമായി പോറ്റുന്ന, ക്ഷാമകാലത്തിന് ക്ഷേമമായി പോറ്റുന്ന ദൈവത്തിനു സ്തോത്രം. ഒന്ന് ചേർന്ന് പാടിക്കേ, കൈ ഉയർത്തിക്കൊണ്ടെന്ന് പാടിക്കേ. ദൈവത്തിനു സ്തോത്രം. രണ്ട് കൈ ഉയർത്തിക്കൊണ്ട് പാടിക്കേ.
ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. വചനം ശ്രദ്ധിക്കാം. ഇന്നിവിടെ നിയോഗങ്ങളും നടത്തിപ്പുകളും ഉണ്ടാകാൻ പോവാ. നിങ്ങൾ നോക്കിക്കോ, വർഷങ്ങളായി നിന്റെ കുടുംബത്തിൽ വെളിപ്പെട്ട ദാരിദ്ര്യത്തിന്റെ വ്യാപാരത്തെ ഇന്ന് പിടിച്ചു കെട്ടാൻ ദൈവദൂതന്മാർ. ഈ സമയം നിന്റെ ഏകാഗ്രത കെടുത്തുന്ന വെല്ലുവിളികളുണ്ട്. അതിനെ നീ ഓവർകം ചെയ്യണം. വിടുതൽ നിനക്കാണ് ആവശ്യം. ഞങ്ങൾ മുഴുവൻ പേരും കൂടെ ശുശ്രൂഷിക്കാൻ പോവാ യേശുവിന്റെ നാമത്തില്. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയാം, നിങ്ങളുടെ അകത്ത് വലിയ നിയോഗങ്ങൾ കർത്താവ് തരും, നടത്തിപ്പുകൾ ദൈവം തരും. നിന്റെ വീട്ടുപേരിനകത്തൊരു കെട്ട് കിടപ്പുണ്ട്, ഇന്നത് പൊട്ടും. നിന്റെ പാരമ്പര്യം, നിന്റെ ക്ഷാമം മാറ്റാത്തൊരു കെട്ടുണ്ട്. ഇന്ന് യഹോവയുടെ പെട്ടകം ഓബേദെദോമിന്റെ വീട്ടിൽ വന്ന പോലെ പ്രാർത്ഥിക്കുന്ന നിന്റെ വീട്ടില് അപ്പൊ ദൂതിലോട്ട് വരാം. അപ്പൊ ക്ഷാമം കൊടികുത്തി വാഴുമ്പം ഇസഹാക്ക് വിചാരിച്ചു, അബ്രഹാം പണ്ട് ക്ഷാമം ഉണ്ടായപ്പോ മിസ്രൈമിലേക്ക് പോയി. എവിടാ? ഈ ഞാൻ അപ്പന്മാരോട് പറയാം, അപ്പന്മാര് കാണിക്കുന്നതേ പിള്ളേര് കാണിക്കും. അപ്പൻ നുണ പറഞ്ഞ പിള്ളേര് കല്ല് വെച്ച നുണ പറയും. അപ്പൻ സഭായോഗം മുടക്കിയ പിള്ളേര് മൊത്ത സഭായോഗം മുടക്കും. ആരും മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. അപ്പൻ അടിയുണ്ടാക്കിയ പിള്ളേര് കൂട്ടിയടി ഉണ്ടാക്കും. അപ്പൊ എല്ലാം മാതൃകയാകേണ്ടത് ആരാ? അപ്പൻ ശാന്തനാന്നേ പിള്ളാരും. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, ദൂതിലോട്ട് വരിക. ഇവിടുത്തെ പ്രശ്നം ക്ഷാമമാ. അപ്പൊ ദൈവം ഇവൻ അപ്പൻ പോയ പോലെ എങ്ങോട്ട് പോകാൻ പോവാ? ദൈവം ഇറങ്ങി വന്ന് തടഞ്ഞു വെച്ച് പറഞ്ഞു, നീ മിസ്രൈമിലേക്ക് പോകരുത്. ഇനി ആ ദൂത് തുടങ്ങുന്നേ 2-ാം വാക്യം. യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തെന്നാൽ, നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശം കനാൻ ദേശം, അവിടെ പാർക്ക്. ഈ ദേശത്ത് താമസിക്കാം, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. ക്ഷാമം കൊടികുത്തി വാഴുന്ന ഈ സ്ഥലത്ത് നീ പാർക്ക, നിന്നെ ഇവിടെ തന്നെ ഞാൻ. ഇന്ന് പകൽ ചില വീടുകൾക്കകത്ത് ദൈവനീതി വെളിപ്പെടാൻ പോവാ. ചില തലമുറമേൽ നീതി വെളിപ്പെടാൻ പോവാ. നീ നിന്ദിക്കപ്പെട്ട സ്ഥലത്തു തന്നെ, വിഷമിച്ച സ്ഥലത്തു തന്നെ ചോദ്യം, എന്തുകൊണ്ട് ഇസഹാക്കിനെ മിസ്രൈമിലേക്ക് വിട്ടില്ല? പറയാം. ഇസഹാക്ക്, നിന്റെ അപ്പൻ തുറന്നിട്ടിട്ട് ശത്രു മൂടിയതും നീ പുതിയതായി തുറക്കേണ്ട ഉറവ ഈ ദേശത്താണ് കിടക്കുന്നത്. റൂട്ട് മാറ്റി പ്രാർത്ഥിക്കരുത്. നിയോഗ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിന്റെ ഉറവ കിടക്കുന്നിടത്ത് നീ ചെല്ലും. മനസ്സിലായി വരുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് ചിലരെ ദൈവം തടയുക. ബുദ്ധിയിൽ എടുക്കരുത് സ്റ്റെപ്പ്. ദൈവം സംസാരിക്കുന്നു, നിന്റെ ഉറവ. നല്ലൊരു ഹല്ലേലൂയ പറ. ഇനി ഞാൻ ആ ഭാഗത്തോട്ട് വന്നാലേ ഈ ദൂത് പറയാൻ പറ്റൂ. അപ്പൊ ദൈവം നടഞ്ഞു പറഞ്ഞു, ഇനി നീ അങ്ങോട്ട് പോകരുത്, മിസ്രൈമിൽ പോകരുത്, ഈ ദേശത്ത് പാർക്ക. ഞാൻ നിന്റെ കൂടെ ഇരുന്ന് നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ഞാനൊരു പ്രവചനം നടത്തുക, നിങ്ങൾക്ക് ഏറ്റെടുക്കാവോ? നിന്റെ കൂടെ ഇരുന്ന്
നിന്നെ അവൻ അനുഗ്രഹിക്കും. അടുത്തിരിക്കുന്ന കൈ കൊടുത്തിട്ട് വിശ്വാസം പറ. ദൈവദാസന്റെ കൂടെ ഇരുന്ന് ദൈവദാസനെ അനുഗ്രഹിക്കും. ദൈവദാസന്റെ കൂടെ നിന്ന് ദൈവം അനുഗ്രഹിക്കും. അവൻ കൂടെ ഹല്ലേലൂയ. ഇന്നലകളിൽ മന്ത്രവാദി അവന്റെ അസ്ത്രം നിന്റെ പുറകെ വിട്ടെങ്കിൽ ഇനിയും അതല്ല നിന്റെ പുറകെ വരുന്നത്. ഞാൻ നിന്റെ കൂടെ. നിങ്ങളുടെ ഉള്ളിൽ ആ ദൂത് കയറിയോ? നിങ്ങളുടെ ഉള്ളിൽ ആ ദൂത് സ്വീകരിച്ചോ? യേശുവേ കൃപ കൃപ കൃപ. അപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന്. അപ്പം പണ്ട് പ്രസംഗിച്ചൊരു ഭാഗം കൂടെ എടുക്കുവാണേ. ഇനിയും പോകാൻ പറ്റത്തില്ല. ചില ചോദിക്കുന്നത് എന്നാ പോകുന്നില്ലയോ? ദൈവം പറഞ്ഞ ഇവിടെ നിൽക്കാനാ, നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? അവിടെ മിണ്ടുന്നില്ല. ചില രാജ്യത്ത് അച്ഛൻ പോകുന്നില്ലയോ? പോകുന്നില്ല. അതെന്നാ കാര്യം? ഇവിടെ നിൽക്കാനാ നിയോഗം. അപ്പൊ അവിടുത്തെ രാജാവിനെ ചെന്ന് കണ്ടു. രാജാവേ, എനിക്കൊരിച്ചിരി സ്ഥലം തരണം. അപ്പൊ പുള്ളി ചോദിച്ചു ജോലി എന്നാന്ന് ചോദിച്ചവൻ പറഞ്ഞു ആടിനെ വളർത്തും, കൃഷിയാ. രാജാവ് പറഞ്ഞു ഒരു കാര്യം ചെയ്തു, ഗരാർ മലയിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. എന്തുവാ? ഉരുളങ്കല്ലുള്ള മലയിലോട്ട് ഒതുക്കാൻ ചെയ്ത. ദൂതിന് നിൽക്കുന്ന നിന്നെ ഒതുക്കുന്ന ഒത്തിരി പേരുണ്ട്. അല്പം കഴിയുമ്പോൾ ഒതുക്കുന്നവൻ നിന്റെ മുമ്പിൽ നിന്ന് കൈ കൂപ്പി വെച്ച് പറയും നീ ബലവാനാ. ഞാൻ അവിടെ തൊട്ട് വിടുന്ന അതല്ല ദൂത്. ദൂത് പറയാൻ പോവാ. സ്തോത്രം. ഇവരെ ഇത്രയും നേരം നിർത്തുന്ന വിഷമമാണോ? എനിക്കാണ് ഇരിക്കുന്നതിനെക്കാട്ടി ഇഷ്ടം നിൽക്കുന്ന. അങ്ങ് 10-30 വർഷമായപ്പോ അങ്ങ് ശീലമായി. എവിടെയെങ്കിലും ചെന്ന ആൾക്കാർ പറയും പാസ്റ്റർ ഇരുന്നാട്ടോ, പക്ഷെ ഞാൻ നിൽക്കുക. കാരണം ഇരിക്കുന്നതിനെക്കാട്ടി ഇഷ്ടം എന്തുവാ? നിന്നങ്ങ് ശീലിച്ചു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. പണ്ടൊരാൾ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പം ഒരു ആപ്ലിക്കേഷൻ എഴുതി തരാൻ പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു എഴുതാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്നെ പിടിച്ചൊന്ന് കുലുക്കാൻ പറഞ്ഞു. അപ്പൊ വില്ലേജ് ഓഫീസർ ചോദിച്ചു ഇതല്ല എന്നല്ല ആപ്ലിക്കേഷൻ. പുള്ളി പറഞ്ഞു ഞാൻ കണ്ടക്ടറാ, എനിക്ക് കുലുങ്ങിയാലേ എടുത്തു. നിങ്ങൾ എന്നെ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ദൂതിലോട്ടൊന്ന് വരട്ടെ. ആ മലയിൽ പോയി ഇസഹാക്ക് കൃഷി നടത്തി. ഞാൻ നിന്നോടൊരു കാര്യം പറയാം, ദൈവം നിന്റെ കൂടെ ഉണ്ട്. ആര് നിന്നെ മുടിയാൻ വഴി തുറന്നാലും നിനക്കവിടെ അനുഗ്രഹമാണ്. ബൈബിളിൽ കിടപ്പുണ്ട് ഇസഹാക്ക് വിതച്ച ആണ്ടിൽ 100 മേനി ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. നിന്നെ ഒതുക്കാൻ തീരുമാനിച്ചവൻ ഞെട്ടാൻ പോവാ. നിന്റെ വീട്ടിൽ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തി. നിന്നെ ഒതുക്കാൻ പദ്ധതിയിട്ടവൻ അസൂയപ്പെടാൻ പോവാ. സ്തോത്രം. എനിക്ക് ആത്മാവിൽ തരുന്ന ബോധ്യം എന്തൊക്കെയോ ഈ ദിവസങ്ങളിൽ നിന്റെ വീടുമായി ബന്ധപ്പെട്ട്, തലമുറയുമായി ബന്ധപ്പെട്ട്, കുടുംബമായി ബന്ധപ്പെട്ടിട്ട് അരാജകത്വങ്ങളും ദാരിദ്ര്യങ്ങളും ഗതികേടുകളും നിന്റെ വീട്ടിൽ നിന്ന് തമ്പുരാൻ തള്ളി ഇറക്കിയിട്ട് ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റാൻ കഴിവുള്ള കർത്താവ് തെളിയിച്ചു തരാൻ പോവുക. വീണ്ടും ഞാൻ സംസാരിക്കാൻ ഒരു ഉറവ ഉടനെ വെളിപ്പെടും. ഞാൻ നിങ്ങളോട് പറയാം, എന്ത് പ്രശ്നം വന്നാലും ദൂതൽ മുറുക്ക പിടിക്കണം. ഇസഹാക്കിന്റെ പ്രശ്നം ഗരാർ മലയല്ല, ദൈവം സംസാരിച്ചതാ വിഷയം. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്റെ കൂടെ ഇരുന്ന്. രാജാവ് പറഞ്ഞു ഗരാർ മലയെ പൊക്കോ, അവൻ ഒതുങ്ങിക്കോളും. രാജാവെ തോന്നല, ഇവൻ ഒറ്റയ്ക്കല്ല, കൂടെ നിനക്ക് കാണാൻ വയ്യാത്തൊരാളുണ്ട്. അവന്റെ പേര് അവനോട് സംസാരിക്കുന്ന ദൈവം. ഒരു ദൈവത്തിന്റെ ചങ്കൂറ്റം, അവന്റെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് അല്ല, അവൻ കേട്ട ശബ്ദം. ഉറപ്പുണ്ടോ ദൈവം നിന്റെ കൂടെ? ഇസഹാക്ക് വിതച്ച ആണ്ടിൽ 100 മേനി
ഫലം കൊടുത്തു. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. ആ. യഹോവ അവനെ അനുഗ്രഹിച്ചു. ആ. അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. ഒതുക്കാൻ വിട്ടതാ. ഒതുക്കാൻ വിട്ടവന്റെ രാജ്യത്ത് തന്നെ വർദ്ധിച്ചു വർദ്ധിച്ച് ഒരു ദിവസം ഈ രാജാവ് പറഞ്ഞു, ഒരു ബാല്യക്കാരനെ വിളിച്ചു വെച്ച് പറഞ്ഞു, ഒരു വല്യപ്പനെ നമ്മൾ പറഞ്ഞ് മലയിലോട്ട് വിട്ടിട്ടുണ്ട്, അയാൾ ചത്തോ ജീവിച്ചോ എന്നൊന്ന് പോയി നോക്കി വെച്ച് വരാൻ പറഞ്ഞു. അവൻ 100 പേജിൻ്റെ ഒരു ബുക്കും കൊണ്ട് ഗരാർമാരുടെ താഴെ നിന്ന് നോക്കിയപ്പോൾ നല്ല പച്ചിപ്പുള്ള ദേശം. അപ്പൊ അവൻ ചോദിച്ചു, ആ സ്ഥലം ഏതാ? അത് ഗരാർമലയാ. അവിടെ ചെന്നപ്പോ ഈ കയറി ചെന്ന വാതുക്കൽ സെക്യൂരിറ്റിയും പട്ടാളവും ഒക്കെ നിൽക്കുന്നു. സ്തോത്രം. ഉടനെ ചെന്ന പുള്ളി ചോദിച്ചു, ഇത് ആരുടെ സ്ഥലമാന്ന് ചോദിച്ചോ? പറഞ്ഞു ഇസഹാക്കിൻ്റെ ആന്ന് പറഞ്ഞു. ഒന്ന് കാണണം, കാണാൻ അപ്പോയിൻമെന്റ് എടുക്കണമെന്ന് പറഞ്ഞു. കളി പറയുണ്ട്. നേരം പറഞ്ഞു കൊട്ടാരത്തിൽ നിന്നാന്ന് പറഞ്ഞു. എന്നാ വന്നാട്ടെന്ന് പറഞ്ഞു. ഇസഹാക്കിന്റെ അടുക്ക് ചെന്ന്, കൊട്ടാരത്തിൽ നിന്ന് വന്നിരിക്കുക, നിനക്ക് എന്തൊക്കെയുണ്ടെന്ന് കണക്കെടുക്കാൻ വന്നേക്കുക. അപ്പം പുള്ളി പറഞ്ഞു, അടിയൻ യഹോവ തന്നതാണ്, കണക്കെടുത്താട്ടെന്ന് പറഞ്ഞു. 100 പേജിന്റെ ബുക്ക് 5 മിനിറ്റ് കൊണ്ട് തീർന്നു പോയി. ഇസഹാക്ക് ആളെ വിട്ട് 2 ബണ്ടില് ബുക്ക് വാങ്ങിച്ചു കൊടുത്തു. മൊത്തം എഴുതി. കുറച്ചു നേരം കഴിഞ്ഞപ്പം ഒരു 100-150 ബുക്കും ചുമന്നുകൊണ്ട് ഇവൻ കൊട്ടാരത്തിൽ വന്ന് രാജാവിന്റെ മുമ്പിലോട്ട് ഈ ബുക്കല്ല ഇട്ടു. രാജാവ് ചോദിച്ചു, എന്നാന്ന് ചോദിച്ചു. അവന്റെ മുമ്പിൽ നീ ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഒതുക്കാൻ വിട്ടതാ, തകരാൻ വിട്ടതാ. രാജാവ് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഈ വല്യപ്പനെ കാണാൻ വന്നു. എന്നിട്ട് കൈ കൂപ്പിയിട്ട് പറയുക, നീ ഞങ്ങളെക്കാൾ ബലവാനായോണ്ട് ഞങ്ങളെ വിട്ടുപോകണം. നിന്നെ ഒതുക്കാനാ ഞങ്ങൾ വിട്ട്. ഇപ്പൊ മനസ്സിലായി, ആരൊതുക്കിയാലും നീ ഒതുങ്ങാനാ. നിനക്കതിന് ആഭിചാരം ചെയ്തവൻ എവിടെ? ഗോസിപ്പ് പറഞ്ഞു പറിച്ചവൻ എവിടെ? നിന്നെ വെല്ലുവിളിച്ചവൻ എവിടെ? അവൻ ഒതുക്കി. അപ്പൊ ഇനി നമ്മൾ ഈ ദൂതിലോട്ട് വരാൻ പോവുക. സ്തോത്രം. എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ സ്തോത്രം, ഈ 18-ാമത്തെ വാക്യത്തിലോട്ട് നമുക്ക് വരാം. 26-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലൂടെ ദൂത് തുടങ്ങാൻ പോവാ. തന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ച്. ഇസഹാക്കിനെ റൂട്ട് മാറ്റി ദൈവം വിട്ടത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ദൈവം നിന്റെ ബുദ്ധിയിലെടുത്ത സ്റ്റെപ്പിനെ തടഞ്ഞിട്ട് ദൈവം നിനക്കൊരു ദൂത് പറഞ്ഞ് റൂട്ട് മാറ്റി വിടുന്ന ഓർത്തോണം. എന്തോ ഒരു കാര്യം നിന്റെ ലൈഫിൽ തുറന്നു വരാനുണ്ട്. ഞാൻ ദൂത് തുടങ്ങുക. ഇപ്പോൾ അത് മൂടിക്കിടക്കുക, പക്ഷേ അത് നിനക്ക് അനുഭവിക്കാനുള്ളതാ. ആ മൂടിക്കിടക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ ദൈവാത്മാവ് നിയോഗിച്ചുകൊണ്ട് പോവുക. ഓ, യേശുവിന്റെ നാമത്തില് എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നു, ലോർഡ്, നിനക്ക് അനുഭവിക്കാൻ ദൈവം അനുവദിച്ചത് ശത്രു മൂടിയാൽ. ഈ അവിടെ വായിക്കുന്ന കാര്യം, അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ. ശ്രദ്ധിക്കണം, അബ്രഹാമിനെ ബൈബിളിൽ വിളിക്കുന്ന വിശ്വാസികളുടെ പുള്ളിയുടെ ജോലിയാ കുഴിക്കുക. വേറൊരു കൂട്ടരുടെ ജോലിയാണ് മൂടുക. രണ്ടുപേരും തിരുവല്ലായി തന്നെ ഉണ്ട്, പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഉണ്ട്, കോട്ടയത്തും ഉണ്ട്. കുഴിക്കുന്ന കൂട്ടരും ഉണ്ട്, മൂടുന്ന കൂട്ടരും. ഈ വാക്തത്വമുള്ളവന്റെ പ്രത്യേകത പറയാം, ആര് മൂടിയാലും പിന്നെയും തുറക്കും. നിന്നെ ചില വീടുകളിലേക്ക് അയക്കാൻ പോവുക, ശത്രു മൂടിയത് റീഓപ്പൺ ചെയ്യാൻ. ഇനി ഒരു ചോദ്യം, നിങ്ങൾ എന്നെ നോക്കിയിരിക്കണം, ദൂതാ പറയാൻ പോകുന്നത്. ശത്രു മൂടിയെന്ന് കരുതി ഉറവ ഇല്ലായ്മപ്പെട്ടോ?
സത്യത്തിൽ ദൈവം നിനക്ക് അനുഭവിക്കാൻ വെച്ച ഉറവയുടെ മണ്ട കുറച്ച് മണ്ണുണ്ടെന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ദൂതൂടെ പറയാം. അലറി ഒഴുകുന്ന ചെങ്കടലിന്റെ മുൻപിൽ മോശ പറയാ, ഭയപ്പെടണ്ട, ഉറച്ചു നിൽക്ക. ഇന്നു കണ്ട മിസ്രൈമ്യരെ, അത് പറയാൻ കാര്യം പറയാം. മോശക്കറിയാം, വിളിച്ചവൻ ഈ കടലിനകത്തൊരു വഴി വരച്ചിട്ടുണ്ട്. അത് കാണാൻ തടസ്സം കുറച്ച് വെള്ളമാ. അത് മാറിയാൽ വഴി തെളിഞ്ഞു വരും. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഇന്ന് ചില മണ്ണ് മാറിയാൽ, ചില തടസ്സം വെള്ളം മാറിയാൽ, കൃപ വ്യാപരിക്കട്ടെ. ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില സന്തതികളിൽ അത് സംഭവിക്കട്ടെ. ചില വീടുകളിൽ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ എന്നോട് ദൈവം പറഞ്ഞു, ദൂത് തെളിയിക്കുമ്പോ ഉറവ മാത്രമല്ല വഴിയുമുണ്ടെന്ന് ഞാൻ വെളിപ്പെടുത്തി തരാം. എന്നോട് ദൈവം പറയാ, നിന്റെ മുമ്പിൽ തമ്പുരാൻ വരച്ചിട്ട വഴി നിന്റെ കൺമുമ്പിൽ വെളിപ്പെടാനും നീ ആ വഴിയിലേക്ക് സ്റ്റെപ്പ് വെക്കാനും സമയമാഗതമായിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. നീ കുഴയുന്ന വിഷയത്തിനകത്ത്, മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തില്, പുറകോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തില്, സൈഡിലേക്ക് വഴി അടഞ്ഞ വിഷയത്തിൽ ദൈവം പറയുകയാണ്, ഞാൻ വഴി വരച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കേ, ഒരു കിണറിനകത്ത് മണ്ണ് വീണാൽ ശ്രദ്ധിക്കണം, ആ മണ്ണ് പുറത്തെടുത്താലേ ആ ഉറവ ശരിയായ രീതിയിൽ ഒഴുകത്തുള്ളൂ. എന്നോട് ദൈവത്തിൻ്റെ ഒന്നാമത്തെ കാര്യം, മൂടിയ പലതിനെയും തമ്പുരാൻ പുറത്തെടുക്കാൻ പോവാ. യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് വിശ്വാസമുണ്ടോ? നിന്റെ ഭാവിയുടെ മേൽ കിടക്കുന്ന ചില ശത്രു മൂടിയത്, മന്ത്രവാദി മൂടിക്കളഞ്ഞത്, ആഭിചാരകള് മൂടിക്കളഞ്ഞത്. ഇനി ഒരു വെളിപ്പാടൂടെ പറയാം. 2024 ഈ ഉറവ നീ അനുഭവിക്കേണ്ടതാണ്. ഉറവയ്ക്ക് കുഴപ്പമില്ല, പക്ഷേ അത് നിനക്ക് കാണാൻ പറ്റുന്നില്ല. മണ്ണ് മൂടിക്കിടക്കുക. എന്നാൽ ഇന്ന് പകൽ ഇവിടെ വന്നത് വാഗ്ദത്തം ഉള്ളവരാ. നിങ്ങറിയോ, ഈ വിശ്വാസം ഉള്ളവരുടെ ജീവിതവും വിശ്വാസം ഇല്ലാത്തവരുടെ ജീവിതവും രണ്ട് തലത്തിലാണ് പോകുന്നത്. എനിക്ക് കുറേ നാൾ ബൈബിൾ വായിച്ചിട്ട് മനസ്സിലാകാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ ഇസഹാക്കിനെ കൊണ്ട് അബ്രഹാം മോറിയാമലെ പോകുമ്പോഴേ സാറാമ്മച്ചോട് പോലും പറയാതാണ് ഇവനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. സോദര, ലോകത്തിൽ ഒരപ്പന്മാരാണ് ഇങ്ങനെ ചെയ്യുമോ? ചെയ്യത്തില്ല. പക്ഷെ ബൈബിള് മൊത്തം പഠിച്ചാൽ ഈ അപ്പൻ എങ്ങനെ ചെയ്യാൻ കാരണമുണ്ട്. ഈ അപ്പൻ ഒരിക്കൽ ദൂത് കിട്ടി. ദൂത് എവിടാ കിട്ടിയാന്നറിയോ? ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തില്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീസസ്. 21 അധ്യായം 12 വാക്യം. അപ്പന് കിട്ടിയ ദൂത് കേട്ടോ, മൊത്തം വായിച്ചു. എന്നാൽ ദൈവം അബ്രാമിനോട്, ബാലന്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത്. വേറൊരു സംഭവം സംബന്ധിച്ചാ പറയുന്നത്. വീട്ടിൽ പോയി മൊത്തം പ്രശ്നമുണ്ട്. കാര്യം, പുള്ളി മിസ്രൈമിൽ പോയപ്പോൾ ഒരാൾ കൂടിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ ഇസ്മായേൽ ജനിച്ച കാര്യമൊക്കെ വായില്ലേ. ബാലന്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത്. സാറ നിന്നോട് പറഞ്ഞതിലൊക്കെ അവളുടെ വാക്ക് കേൾക്കാം. സാറ പറഞ്ഞ പോലെ നീ കേൾക്ക. ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടും. നിന്റെ സാക്ഷാൽ സന്തതി ആരിൽ നിന്നാ? ഇസഹാക്കിൽ നിന്ന്. അപ്പൊ അപ്പൻ കൊണ്ടുപോകാൻ കാര്യം എന്നാ? ഇവനെ ഇന്ന് രാത്രി ഈ മലയിൽ കത്തിച്ചാലും ഇവനിൽ നിന്ന് സന്തതി ഉണ്ടാകുമെന്ന് ദൂതുണ്ട്. പിടികിട്ടിയോ? വല്ലതും പിടികിട്ടിയോ? ഇനി ചോദിക്ക, പത്രോസ് എന്താ ഇരുമ്പഴിക്കകത്ത് നാളെ അറക്കാനിട്ടവൻ കൂർക്കം വലിച്ചുറങ്ങുക? എന്താ കാര്യം? യേശുവിന്റെ കൂടെ നടന്നപ്പം യേശു പറഞ്ഞു, വാർദ്ധക്യത്തില് നീ മരിക്കത്തുള്ളൂ. അപ്പൊ ഞാനിവിടെ പറയാം, ശത്രുവിന്റെ വാക്കല്ല വലുത്, ശത്രുവിന്റെ പ്രവൃത്തിയല്ല വലുത്, ദൈവത്തിന്റെ ശബ്ദമാ വലുത്. വിശ്വാസം ഉണ്ടല്ലോ, സ്തോത്രം ചെയ്യാവൂ. നാട്ടുകാര് പറയുന്നത് ഒന്നും നിന്റെ വീട്ടിൽ നടക്കത്തില്ല, പക്ഷെ ദൈവം പറയുന്ന എല്ലാം നടക്കും.
മന്ത്രവാദി പറയുന്നത് ഒന്നും നിന്റെ ജീവിതത്തിൽ നടക്കത്തില്ല. ദൈവം പറയുന്നതെല്ലാം. ആ കുഞ്ഞിനൊന്ന് കൈവെക്കോ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കോ. ഈ കൊച്ചു ആരുടെ കുഞ്ഞാണെന്ന് എനിക്കറിയില്ല. ഈ കൊച്ചിന് ഭയങ്കര ഭാവിയുണ്ട്. എന്നാ ഭാവി ഉള്ളപ്പോൾ തന്നെ അവരുടെ ഓർമ്മ മണ്ഡലത്തിലും ബുദ്ധിമണ്ഡലത്തിലും ഒരു മൂടുവിരി ശത്രു ഇട്ടിട്ടുണ്ട്. ഇന്നത് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ലോർഡ് അവിടെ ബുദ്ധി തെളിഞ്ഞു വരും, അറിവ് തെളിഞ്ഞു വരും. വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വിടുതൽ, അങ്ങനെ ഒരു വിടുതൽ അവന് ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കൊച്ചുകുട്ടിയാ. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറയാ, എത്തേണ്ട ഭാവിയിൽ ചെന്നെത്തുവാൻ തടസ്സമായി നിൽക്കുന്നതെല്ലാം പൊട്ടി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണു നീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണു നീരവൻ തുടയ്ക്കും. ഈ 1, 2, 3 മണിക്കൂറുള്ള പ്രസംഗത്തിനകത്ത് 5, 8, 10 ദൂതുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ ദൂത് പറയാൻ പോവാ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം. ആ അധ്യായത്തിൽ മാത്രമാണ് നിൽക്കുന്നേ. സ്തോത്രം. 18-ാമത്തെ വാക്യം വായിക്കാം. സ്തോത്രം. തന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ച് തന്റെ പിതാവ് അവയ്ക്കിട്ടിരുന്ന പേർ തന്നെ ഇട്ടു. പണ്ടിട്ട പേർ തന്നെ ഇട്ടു. ദൂത് മാഞ്ഞു പോയ ചില പേരുകൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരാൻ പോവാ. വിധി എഴുതി തള്ളിയ ചില പേരുകൾ എന്നോട് ദൈവം വീണ്ടും പുതുമയോടെ വെളിപ്പെടാൻ പോവാ. പണ്ടത്തെ പോലൊരു നല്ല കാലം. ഓ ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. ഇനി ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. 15-ാമത്തെ വാക്യം 26-15. ഇസഹാക്കിന്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ച നീരുറവുള്ള ഒരു കിണർ കണ്ടു. 19 വായിച്ച്. 26-19. ഉൽപ്പത്തി 26-19. ഉൽപ്പത്തി മാത്രം വെച്ചാൽ മതി. ഇസഹാക്കിന്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ചു നീരുറവുള്ള ഒരു കിണർ കണ്ടു. ഈ കിണർ കൂടാതെ പിന്നെ അവര് കുഴിച്ചു. ഈ കുഴിക്കുന്നവന്റെ പ്രത്യേകതയാ, മൂടുന്നത് തുറക്കുക മാത്രമല്ല, പുതിയത് കുഴിക്കും. ഞാനൊരു വെളിപ്പാട് പറയുക. ഇന്നു വരെ ഇല്ലാത്ത ചിലത് നിന്നെ കൊണ്ട് തമ്പുരാൻ ഓപ്പൺ ചെയ്യിക്കും. പക്ഷെ ഓപ്പൺ ചെയ്യിച്ചപ്പോൾ അവിടെ ഒരു കാര്യം ഉണ്ടായി. ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ 20-ാം വാക്യം. അപ്പോൾ ഗെരാർ ദേശത്തിലെ ഇടയന്മാർ ഈ വെള്ളം ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞ് ഇസഹാക്കിന്റെ ഇടയന്മാരോട് ശണ്ടയിട്ടു. അപ്പൊ ശ്രദ്ധിക്കണം. ഞാൻ ഇനി ഒരു വെളിപ്പാട് പറയുക. ചില ഉറവ സംബന്ധിച്ച് ചിലർ ശണ്ടയിട്ടിട്ടുണ്ട്. എന്നാൽ ഇനി ഒരു വെളിപ്പാടാ പറയുന്നത്. ഇനിയും ചിലരുടെ ശണ്ട ഈ ദിവസങ്ങളിൽ അവസാനിക്കും. നിന്നോട് കാര്യമില്ലാതെ വഴക്കുണ്ടാക്കുന്ന, കാര്യമില്ലാതെ നിന്നോട് പോരാടുന്ന ചിലരുടെ ലൈഫിനോട് ദൈവം ഇടപെടാൻ പോവുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം ആരോടോ എന്നോട് ദൈവം ഒരു കാര്യം കൂടെ പറഞ്ഞു. ചില വഴക്കുകൾ ഇന്നത്തെ പ്രാർത്ഥന കൊണ്ട് തീരും. വർഷങ്ങളായി നിന്നോട് വഴക്കുണ്ടാക്കുന്നവര്, നിന്നോട് കലഹിക്കുന്നവര്, നിന്നോട് ശണ്ടയിടുന്നവര്, അവരൊക്കെ യേശുവിന്റെ നാമത്തില് ഇന്നത്തെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് പറയുക, അതൊക്കെ അവസാനിക്കാൻ പോവാ.
ബൈബിളിൽ വാക്യമുണ്ട്, അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയും. അവൻ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യോ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൂത്, ചില കലഹത്തിന്റെ ആത്മാവ്, ചില സണ്ടയുടെ ആത്മാവ്. ഈ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യം എഴുതിയപ്പോഴേ ഈ വഴക്കുണ്ടാക്കുന്ന ആരാന്നൊക്കെ ബൈബിളിലുണ്ട്. അതെല്ലാം വായിക്കാൻ പോയപ്പോൾ നിങ്ങളുടെ സ്വോത്രം കുറയുന്നതുകൊണ്ട് ഈ അന്തരീക്ഷം കളയാതിരിക്കാനും ഞാൻ വായിക്കുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. സദൃശവാക്യം 10:12 പക വഴക്കുകൾക്ക് കാരണമാകുന്നു. പക വഴക്കുകൾക്ക്. 29:22 കോപമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു. കോപമുള്ളവൻ എന്തോ ചെയ്യുന്നു? പക വഴക്കുകൾക്ക് കാരണമാകുന്നു. കോപമുള്ളവൻ എന്ത് ചെയ്യുന്നു? വഴക്കുണ്ടാക്കുന്നു. പിന്നെ ഒരു 9 കാര്യങ്ങളുണ്ട്, അത് ഞാനിപ്പം പറയുന്നില്ല. കഴിഞ്ഞ ആഴ്ച കർത്താവിന് സ്തോത്രം ഞാൻ കോപം വിടണമെന്നൊരു പ്രസംഗം ഉണ്ടായിരുന്നു. ആമീൻ, ദൈവത്തിന് സ്തോത്രം. ആമീൻ. കോട്ടയത്ത് ഫ്രൈഡേയിലായിരുന്നു. നിങ്ങൾ എപ്പോഴേലും ഒന്ന് കേട്ടാൽ നല്ലതാണ്. എനിക്കിതുപോലെ ഫോൺ കോൾ വന്നൊരു യോഗം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ആമീൻ. ഒരാൻറ്റി എന്നെ വിളിച്ച് പറയാം, പാസ്റ്റേ കണക്കിന് കൊടുത്തു, ഇനിയും കൊടുത്തോണം. ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ കണക്കിനൊന്നും കൊടുത്തില്ല, എൻ്റെ അച്ഛൻ്റെ കാര്യമായിരുന്നു. ഒരച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഭാര്യയെ ഞാൻ 3 വട്ടം അവൾ കേൾപ്പിച്ചെന്ന്, ഇന്ന് രാത്രി ഉറക്കാതെ കുത്തിയിരുത്തി ഞാൻ ചൂടുവെള്ളം ഇട്ട് കൊടുത്ത് കേൾപ്പിച്ചെന്ന്. അതെന്നാ കാര്യം? അവിടെ കാര്യമായിരുന്നു. അമ്മീ പ്രസംഗിച്ചപ്പോൾ തോന്നി അത് എൻ്റെ കാര്യമാണ്. കേട്ടോ? നിങ്ങൾക്കാർക്കും തോന്നിയില്ലേ നിങ്ങളുടെ കാര്യമാണ്? അത് കേട്ടാലേ തോന്നത്തില്ലല്ലോ. പോട്ടെ, ഞാൻ ആ ദൂതിലേക്ക് വരിക. ഇവിടെ ഇവിടെ മനസ്സിലാക്കുന്ന സന്ദേശമെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കർത്താവിന് സ്തോത്രം. അപ്പം ഇവിടെ ബൈബിളിൽ വായിക്കുന്നൊരു ഭാഗമാണ്. അവിടെ നിങ്ങൾ നോക്കിയേ, ദൈവത്തിന് സ്തോത്രം. ആമീൻ. അവരോട് എന്ത് ചെയ്തു? വഴക്കുണ്ടാക്കി. 20-ാമത്തെ അപ്പോൾ ഗരാർ ദേശത്തിലെ ഇടയന്മാർ ഈ വെള്ളം ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞ് ഇസ്ഹാക്കിന്റെ ഇടയന്മാരോട് ശണ്ടയിട്ടു. അവർ തന്നോട് ശണ്ടയിട്ടതുകൊണ്ട് അവൻ ആ കിണറ്റിന് ഏശക്ക് എന്ന് പേർ വിളിച്ചു. അവർ മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് ശണ്ടയിട്ടറിനെ അവിടെ ഫൈറ്റ് നടത്തി. ആ ഉറവ തിരിച്ചു പിടിക്കാനൊന്നും പോയില്ല. അവര് പോയി വേറെ എന്തോ ചെയ്തു, മറ്റൊരു കിണർ കുഴിച്ചു. അപ്പൊ ഞാനൊരു വാറ്റത്വം ഉള്ളവൻ എവിടെയും കുഴിക്കും. ഒരു ഉറവ നിമിത്തം ഒരുത്താൻ അടി ഉണ്ടാക്കിയാൽ അടി നിർത്താൻ നീ പോകണ്ട, അവന്റെ വഴക്ക് തന്നെ നിൽക്കും. എന്നിട്ട് ദൈവം നിനക്ക് വേറെ ഉറവ് തുറക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അടുത്തിരിക്കുന്നൊക്കെ ഒന്ന് കൈ കൊടുത്ത് പറ, വേറൊരു ഉറവ തുറക്കാൻ പോവാന്ന് പറ. ജനിച്ചിട്ട് ഇന്ന് വരെ അനുഭവിക്കാത്ത വേറൊരു ഉറവ. മോനെ ഒന്ന് നീട്ടി കൈതാട, വേറൊരു ഉറവ. എന്നാ കാര്യം? എന്നോട് അമ്മ 1-2 പേരോട് തൊട്ടേച്ച് പറ, വേറൊരു ഉറവ. യേശു 2026 എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയാം, നിന്റെ വാഗ്ദത്ത നിവർത്തി വെളിപ്പെടത്തക്ക രീതിയിലുള്ള ദൈവകൃപ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ആമി. 1-ാമത്തെ ദൂത് മൂടിയതിന് വീണ്ടും പഴയ പേരിടും. 2, നിന്നെ സണ്ട ഉണ്ടാക്കുന്ന ചിലരുടെ മുമ്പിൽ വെച്ച് നിനക്ക് വേറൊരു ഉറവ. ദൈവ വചനത്തിലൂടെ സംസാരിക്കുക, വേറൊരു ഉറവ. പ്രാർത്ഥിക്കുന്നവർക്ക് ആമീൻ പറയാൻ പറ്റും. വേറൊരു നിങ്ങൾക്കറിയാമോ, പ്രാർത്ഥന 5 മണിക്കൂർ പിന്നിടുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കുകയാണ്. നിന്റെ തടസ്സങ്ങൾ മാറി, ഗതികേട് മാറി. ഒരുപക്ഷെ നാളെ പ്രഭാതം നീ എഴുന്നേക്കുന്നത് ഉറവയുടെ വാർത്ത കേട്ടോണ്ടായിരിക്കും. ഒരുപക്ഷെ നാളെ രാവിലെ നിന്റെ കുഞ്ഞ് വേറൊരു രാജ്യത്ത് എഴുന്നേക്കുന്നത് യേശുവിന്റെ. ഇന്ന് നീ 7 മണിക്കൂർ ദൈവത്തിന് മുമ്പിൽ ഇരുന്നത് വെറുതെയല്ല. കണ്ടോ? അപ്പൊ ദൂതന്മാർ ആർത്തു വിളിക്കുന്നത് പോലെ ഇതിനകത്ത് ആരാധിക്കുന്ന ചിലരോട് പറയുക, നിന്റെ മിനിസ്ട്രി മാറാൻ പോകും. ഇത് പ്രസംഗമല്ല, ശുശ്രൂഷയാ. പ്രസംഗം നിങ്ങൾ വേറെ കേട്ടോ, ഇത് ശുശ്രൂഷയാ. വേറൊരു ഉറവ തുറക്കാൻ പോവുക. അമ്മ ശത്രുവിന് നിന്റെ അടുക്ക വരാൻ പറ്റാത്ത ഉറവ, കലഹിക്കുന്നവൻ അടുക്കാൻ പറ്റാത്ത ഉറവ. പ്രധാന ഭാഗത്തോട്ട് വന്ന് ആരാധനയ്ക്ക് എഴുന്നേക്കാൻ പോവുക. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം.
അടുത്ത 10-20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ദൂതിൻ്റെ ഏറ്റവും ദൈവത്തിന് ഒടുവിലത്തെ ഒരു സന്ദേശത്തിലേക്കാണ് വരുന്നത്. ബാക്കി നിങ്ങൾ കർത്താവിന് സ്തോത്രം വേറൊരു ദിവസം പ്രസംഗിക്കും. ദൂതിലോട്ട് നമ്മൾ വരിക 26-22. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. ദൂത് 2. ഒന്നാമത്തെ ദൂത് നഷ്ടപ്പെട്ട പേര് തിരിച്ചു തരും. എന്തോ നഷ്ടപ്പെട്ട പേര് തിരിച്ചു തരും. നിന്റെ കുടുംബ പേരും കുറെ നാളും കൂടെ മങ്ങിക്കിടക്കുക, അത് തിരിച്ചു വരും. നിന്റെ പേര് കുറച്ച് നാളുകൂടെ മങ്ങിക്കിടക്കുക, പക്ഷെ അത് തിരിച്ചു വരും. അതിന്റെ കാരണം എന്താണ്? നിന്റെ ഉറവ തെളിയാൻ സമയമായി. ഓ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. ഇനി ദൂത് യഹോവ ഇപ്പോൾ നമുക്ക് മതി, അവിടോട്ട് പോകല്ലേ. ഹല്ലേലൂയ. അവർ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. ആ കിണർ നിമിത്തം അവരെന്ത് ചെയ്തില്ല? ഞാനൊരു ദൂത് പറയാം. വഴക്കുണ്ടാക്കുന്നവർക്ക് നിന്നോട് അടുക്കാൻ വയ്യാത്ത ചില അതിരുകൾ ഈ ദിവസങ്ങളിൽ ദൈവം സൃഷ്ടിക്കും. അസൂയയോടെ നിന്റെ നന്മയിൽ നിന്നെ നിത്യം ബന്ധിച്ചുകൊണ്ടിരുന്ന ചില വ്യക്തികൾക്ക് ഇനിയും കലഹമുണ്ട്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഞാൻ ചോദിക്കുന്ന കാര്യം, അങ്ങനെയാണെങ്കിൽ ഒരാമയും പറയണം, ലൈവിൽ കാണുന്നവരും പറയണം, അല്ല യേസ് എന്ന് പറയണം. ഇപ്പോൾ ഈ ദൂത് പറഞ്ഞപ്പോൾ നിങ്ങളോട് നിത്യം വഴക്കുണ്ടാക്കുന്ന, പ്രത്യക്ഷമായും പരോക്ഷമായും നിങ്ങളെ നിത്യം ഉപദ്രവിക്കുന്ന ചിലരുടെ പേര് നിങ്ങളുടെ മനസ്സിൽ വന്നില്ലേ? അത് ദൈവാത്മാവ് തന്ന എന്നോട് ഹോളി സ്പിരിറ്റ് പറയുക, അവർക്ക് ഇനിയും നിന്നോട് ശണ്ടയിടാൻ പറ്റാത്ത ഒരു സാഹചര്യം ദൈവം സൃഷ്ടിക്കാം. ഇനി ആ ദൂതിലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. അവർ ശണ്ടയിടാൻ വന്നില്ല. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി. ഒന്നേരം അവര് പറഞ്ഞു, യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി. ഏത്? ശണ്ടയിടാത്ത ഒരു ഉറവ തുറന്നു. എതിരാളിക്ക് പോരാടാൻ പറ്റാത്ത ഒരു ഉറവ തുറന്നു പറയും, യഹോവ ഞങ്ങൾക്ക് ഇപ്പോൾ ഇടമുണ്ടാക്കി. ഇനി ഞാൻ ആ ശാന്തമായ ദൂത് പറയാം. എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ദൈവം ഈ ദിവസങ്ങളിൽ നിനക്ക് ഇടമുണ്ടാക്കാൻ പോവാ. ഒരു രഹബോത്ത് നിനക്ക് വെളിപ്പെടാൻ പോവാ. അതെവിടെയെന്ന് നിനക്കറിയത്തില്ല. ഇപ്പോൾ നീ കടന്നു പോകുന്ന പരിശോധന നിന്നെ തീർക്കാനല്ല, നിനക്കൊരു രഹബോത്ത് ഒരുങ്ങാനാ. ആരോടൊക്കെയോ ഞാൻ പ്രവചിക്കുക, ഈ വർഷം ഡിസംബർ 31 മുമ്പ് നിന്റെ രക്തബന്ധങ്ങൾ നോക്കി നിൽക്കേ, യഹോവ നിനക്കൊരു രഹബോ. ഇപ്പൊ പാസ്റ്റർ ലാലു എന്നോട് ചോദിക്കുക, അനി ജോർജ് പാസ്റ്റർ എപ്പോഴും 1 മാസം കൊണ്ടും 30 ദിവസം കൊണ്ട് വിടുതൽ നടക്കുമെന്ന് പറഞ്ഞിട്ട് ഇതെന്നാ പാസ്റ്റർ ഡിസംബർ 31 വരെ പറയാം. ഈ ഇടം ഒരുക്കാൻ ഇച്ചിരി സമയം വേണം. കാരണം ഈ ഇടം ഇന്നലകളിൽ ഒരുങ്ങിയതുപോലല്ല. ഈ ബൈബിളിലോട്ട് നമ്മൾ കേറിയാൽ തമ്പുരാൻ ഇടമുണ്ടാക്കിയ ചില സംഭവത്തെ ഒന്ന് തൊടണമെന്ന് ഞാൻ കൊതിക്കുക. ഒരാമയും പറയണം. എൻ്റെ ദൈവത്തിന് ചിലരുടെ മുമ്പിൽ ഇടമുണ്ടാക്കാൻ ആഗ്രഹമുണ്ട്. നെഞ്ചത്ത് കൈവച്ച് പറ, യഹോവ എനിക്ക് ഇടമുണ്ടാക്കി തരുമെന്ന് പറ. ചിരിച്ചോണ്ട് പറ, യഹോവ എനിക്ക്. ഒന്നുകൂടെ പറ, യഹോവ എനിക്ക് ഇടമുണ്ടാക്കി തരും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ വേദപുസ്തകത്തില് ആർക്കാ ഇടം ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ പറയാൻ പോവാ. വേദപുസ്തകത്തിലെ അതിഭയങ്കരമായ ഒരു പ്രാർത്ഥനക്കാരിയുണ്ട്. അതിഭയങ്കരമായ ഒരു പ്രാർത്ഥനക്കാരിയുണ്ട്. ഈ ഒരു ചർച്ചിനകത്ത് ധാരാളം വിശ്വാസികളുണ്ടെങ്കിലും ചിലര് ഭയങ്കര പ്രാർത്ഥനക്കാരാ. സ്തോത്രം. ഞാൻ ഈയിടെ നമ്മുടെ ഓരോ ചർച്ചുകളെ ബേസ് ചെയ്ത് ഓരോ പ്രയർ ഗ്രൂപ്പ് തുടങ്ങി, പ്രാർത്ഥനാ ഗ്രൂപ്പ്. എല്ലാ ദിവസവും മിനിമം ഒരു 10 വിഷയം അവർക്ക് ഇട്ടുകൊടുക്കും പ്രാർത്ഥിക്കാൻ. സ്തോത്രം. ആ ഗ്രൂപ്പിനകത്ത് എനിക്കൊന്ന് കോട്ടയം ഗ്രൂപ്പിനകത്ത് ഒരു 20 പേര് താഴെ ഉള്ളൂ. തിരുവനന്തപുരം ഗ്രൂപ്പിൽ ഒരു 40 പേര് താഴെ ഉള്ളൂ.
രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ മെസ്സേജ് വരിക. ഞങ്ങൾ 2 തൊട്ട് 3 വരെ പ്രാർത്ഥിച്ചു, ഞങ്ങൾ 3 തൊട്ട് 4 വരെ പ്രാർത്ഥിച്ചു, 4 തൊട്ട് 5 വരെ പ്രാർത്ഥിച്ചു. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഈ രാത്രി 12 മണി തൊട്ട് 6 മണി വരെ പ്രാർത്ഥിച്ചവരുടെ എണ്ണം 35-ലധികം. ഒരാമയും വരുന്നില്ല. അതെന്നാ കാര്യം? അവരെ തപ്പിപ്പാൻ അവരറിയപ്പെടുന്നവരല്ല, പാസ്റ്റർമാരുടെ ഭാര്യമാരല്ല, ശുശ്രൂഷകന്മാരുടെ ഭാര്യമാരല്ല. അവർ സാധാരണ വിശ്വാസിയാ, ഭയങ്കര പ്രാർത്ഥനക്കാരാ. അത് അവരുടെ വിഷയത്തിനല്ല പ്രാർത്ഥിക്കുന്നത്. ഞാൻ തുടർന്ന് പറയുക, നിങ്ങളോട് ശ്രദ്ധിച്ചു കേൾക്കണം. വേദപുസ്തകത്തിൽ അതിഭയങ്കരമായ ഒരു പ്രാർത്ഥനക്കാരിയുണ്ട്. അവിടെ പേര് ഹന്ന എന്ന. ജീസസ് അവക്ക് പ്രാർത്ഥിക്കാൻ മാത്രമല്ല, പ്രാർത്ഥിച്ച് മറുപടി വാങ്ങിക്കാനും അറിയാം. Glory to God. അവൾ തനിക്ക് കിട്ടിയ വിടുതലിനോട് ബന്ധപ്പെട്ട് സൗമേന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തില് അവൾ നന്ദി കൊണ്ട് പാടുന്നൊരു പാട്ടിനകത്തെ 4 ലൈൻ നമ്മളൊന്ന് വായിക്കും. 2-ാം അധ്യായം 8-ാം വാക്യം ശ്രദ്ധിച്ചേ. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു. അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തുവാനും. പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തുവാനും. ബാക്കി പറ, ഇരുത്തുവാനും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അകത്ത് ജനിച്ച കുഞ്ഞേതാന്ന് തിരിച്ചറിയും മുമ്പ് ലഭിച്ച വിടുതലിനെ കുറിച്ച് പറയുക. പ്രഭുക്കന്മാരുടെ കൂടെ. ചോദ്യം, ആ അമ്മയ്ക്ക് പറഞ്ഞ കുഞ്ഞിന്റെ പേരെന്തുവാ? ഉറക്കെ പറ. ശൗമേൽ. അവന്റെ പേര് കേൾക്കണോ ബൈബിളില്? ദാൻ മുതൽ ബേർശേബ വരെ വിശ്വസ്ത പ്രവാചകൻ. ഒരാമയും വരുന്നില്ല. മറുപടി ലേറ്റ് ആയാലും നിരാശപ്പെടരുത്, സങ്കടപ്പെടരുത്. എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും. അപ്പൊ ഒന്ന് അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, ദൈവത്തിന് വിചാരിക്കാത്ത സ്ഥലത്ത് ഇരുത്താൻ പറ്റുമെന്ന് പറ. മോനെ, നിന്നെ ഉടനെ ദൈവം നിനക്കൊരു രഹബോത്ത് ഒരുങ്ങി പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് കൊണ്ടിരുത്തും. ഒന്ന് പ്രവചിക്കട്ടെ, ഈ ദിവസങ്ങളിൽ ഒരു രഹബോത്ത് ഒരുക്കി പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് കൊണ്ടിരുത്തും. ഒരാമീൻ പറഞ്ഞാട്ട് ഞാൻ ഈ കൈ കൊടുത്തവരോടും സാംജിയോടും കൈ കൊടുക്കട്ടെ. ദൈവം പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് വഴിയൊരുക്കി കൊണ്ടിരുത്തും. ദൈവം പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത്. അപ്പോൾ പാസ്റ്റർ ചോദിക്കുക, ഇവരെക്കെല്ലാം പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത്, ഈ പുള്ളിയെ അയർലൻഡ്, ഈ പുള്ളിയെ UK-ലും, ഈ പുള്ളിയെ അമേരിക്കയിലും, ഈ പുള്ളിയെ ലണ്ടനിലും, ആ പുള്ളിയെ പാരീസിലും. പാസ്റ്റർ എന്തോ ചെയ്യും? ഇതിനെക്കാട്ടി കരുത്തന്മാർ എഴുന്നേക്കും. അല്ലാതെ നിന്റെ അടുക്ക പാടാരുത്തനെ കിട്ടിയെന്ന് പറഞ്ഞ് കുറ്റി അടിച്ച് കെട്ടരുത്. ശുശ്രൂഷ ഉള്ളവൻ വെളിപ്പെടട്ടെ. അത് നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കാൻ ഞാൻ പറയുക. എവിടോ ഒരു സ്ഥലത്ത് ഞാൻ നിർത്തണോ തുടരണോ? ഞാൻ നിർത്തണോ? കണ്ടോ, ഒരുത്തർ നിർത്തരുതെന്നാ പറഞ്ഞത്. ലൈവിലുള്ളവർ മിണ്ടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയുക. ഒരു വാക്യം കൂടെ എൻ്റെ ആവേശം കൊണ്ട് വായിക്കുമല്ല, ഇന്നിവിടെ ദൂതുള്ളതുകൊണ്ടാണ്. അതുകൂടെ വായിച്ചേച്ച് നമ്മളൊന്ന് എഴുന്നേക്കും. അടുത്ത 1 മണിക്കൂർ ഇവിടെ ആരാധനയാ. എന്താ ആരാധനയെന്ന് അറിയാമോ? ഹല്ലേലൂയ. അത് തുറന്നു വരാനാ. എപ്പം ആത്മാവിൻ്റെ നിയോഗം വരുമ്പോൾ അപ്പോഴേ നിർത്തത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ മുമ്പേ പറഞ്ഞ കേട്ടോ, 7 മണി വരെ വേണേലും പാമെന്നാ പറഞ്ഞേ. രാത്രിയൂടെ വേണേലും പോവാം. ഒരാമി ഒന്നും മിണ്ടാത്ത തന്നെ. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. അത് കേട്ടപ്പോഴേ എനിക്കൊന്ന് ചിലർ 1 മണിയായപ്പോഴാണ് പോയെന്നാ തോന്നുന്നത്. ഞാൻ പറഞ്ഞ 12-നെ പോകണമെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഈ ആവശ്യമുള്ളവർക്കുള്ള യോഗമാണ്. 1-2 പേരെ പോലും കാര്യം. വീട്ടിൽ ഷുഗർ കൂടി കിടക്കുന്നവർക്കൊക്കെ ആഹാരം കൂടെ അവരുടെ മനസ്സ് ദൈവം കാണുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടിയതിനെക്കാട്ടി എനിക്ക് അവർക്ക് കിട്ടും. നിങ്ങൾ എന്നും പറഞ്ഞ് നീ ഉഴപ്പി പോകല്ലേ. ബൈബിളൊക്കെ എടുത്തിരിക്കുക പോകാനായിട്ട്. കുഴപ്പമില്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. പോയാലും ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു വാക്യം, ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം 41, 42 വാക്യം അവിടെ വായിക്കുന്നുള്ളൂ. പിന്നെ മൊത്തം വായിക്കേണ്ട വാക്യമാണ്, എന്നാലും അതുകൂടെ വായിച്ചു നിർത്താം. 42-ന്റെ ഉൽപ്പത്തി പുസ്തകം 42-ന്റെ 41, 42 വാക്യങ്ങൾ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 39-ന്റെ ആണോ? ഹല്ലേലൂയ.
ഇത് മിസ്രൈം ദേശത്തിനൊക്കെ ഞാൻ നിന്നെ അധിപതിയാക്കി 41 മുതൽ. ഇതാ മിസ്രൈം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസെഫിനോട് പറഞ്ഞു. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രാമോതിരം ഊരി യോസെഫിന്റെ കൈക്കിട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പളിയും അവന്റെ കഴുത്തിലിട്ടു. തന്റെ മതി. ഇനി നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. എന്തെല്ലാം പ്രതിസന്ധിയിലൂടെ ഒരു മനുഷ്യൻ കടന്നുപോയി അല്ലേ? അവന്റെ ഏറ്റവും വലിയ എതിരാളി രക്തബന്ധങ്ങളായിരുന്നു. രക്തബന്ധങ്ങൾ. 2, അവന്റെ ഏറ്റവും വലിയ എതിരാളി അവൻ നിമിത്തം അനുഗ്രഹിക്കപ്പെട്ട വീട്ടുകാരാണ്. അവന്റെ ഏറ്റവും വലിയ എതിരാളി ശത്രുക്കളായിരുന്നു. പക്ഷെ അതിലൊന്നും അവൻ പതറിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരു ഇരിപ്പിടം ഉണ്ട്. എത്ര താഴ്ചയിൽ നിന്നെ ബന്ധിച്ചാലും നീ മനസ്സിൽ പറയണം, എനിക്കൊരു ഇരിപ്പിടം. മനസ്സിലായവര് ദൈവത്തിനോട് സ്തോത്രം ചെയ്യ്. എനിക്ക് ദൈവാത്മാവ് ഒരു കാര്യം പറയാം. എന്തൊക്കെയോ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ബൈബിളിൻ്റെ ഒരു സിസ്റ്റം പറയാം, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഈ ദൂതിലേക്ക് വരും മുമ്പ് നമുക്കൊരു വിഷയം ഉണ്ടാകുമ്പോഴല്ല ദൈവം അതിന് പരിഹാരം ഒരുക്കുന്നേ. പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പേ എന്തോ ഒരുക്കും. ശിഷ്യന്മാരൊരിക്കൽ യേശുവിനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എവിടെ പെസഹ കഴിക്കണം? ഉത്തരം, നിങ്ങൾ പട്ടണത്തിലോട്ട് പോകുമ്പോൾ ഒരുത്തൻ ഒരു കുടം വെള്ളവും ചുമന്നുകൊണ്ട് വരും. അവനോടൊന്നും ചോദിക്കരുത്, അവന്റെ കൂടെ അവൻ കയറുന്ന വീട്ടിൽ കയറണം. വീടിന്റെ യജമാനനോട് ചോദിക്കണം, ഗുരു ചോദിക്കുന്നു എവിടെ പെസഹ? ഗുരു പറയുക, അപ്പൊ വിരിച്ചൊരുക്കിയൊരു വൻ മാളിക കാണിച്ചു തരും. അപ്പൊ ദൂത്, നീ ഇവിടെ പ്രാർത്ഥിച്ചപ്പോഴല്ല, ഇന്നത്തെ ആരാധന നിന്റെ കെട്ട് പൊട്ടിച്ചിട്ട് ദൈവം ഒരുക്കിയ ഇടത്തേക്ക്. ഇനി നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ ഭാഗത്തുനിന്ന് ഉയരേണ്ട കാര്യമാണ് പറയുന്നത്. ഇനി ദൈവത്തിന് യോസഫിനെ രാജ്യത്തിന്റെ രണ്ടാമനായി ഇരുത്താൻ ദൈവത്തിനൊരു ചെലവുമില്ല. 2-3 സ്വപ്നത്തിന്റെ ചെലവേ ഉള്ളൂ. 2-3. പക്ഷെ അത് കൊടുക്കേണ്ടടത്ത് കൊടുക്കേണ്ട പോലെ കൊടുക്കണം. നിനക്കൊരു വഴി ഒരുങ്ങാൻ ദൈവത്തിന് ഒത്തിരി പാടില്ല. നിനക്ക് തരേണ്ട ചില വെളിപ്പാട് തരണ്ട പോലെ തന്നാൽ നീ എത്തണിടത്തെത്തും. ഞാൻ ഈ ദൂത് പറയുമ്പോഴും നിനക്ക് വേണ്ടി രാജ്യങ്ങൾക്കപ്പുറത്ത് ചില ചലനങ്ങൾ നടക്കുക ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടാ പ്രവചിക്കുന്ന. രാജ്യം തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുക. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റൂ? ഇനി പ്രധാന കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്നിട്ടൊന്ന് ആരാധിക്കാൻ എഴുന്നേക്കാൻ പോവാ. ഹല്ലേലൂയ. പൊട്ടക്കുഴിക്കകത്ത് കടന്നപ്പം യോസഫിന്റെ കണ്ണിൽ പൊട്ടക്കുഴിയല്ല, എഴുന്നേറ്റ് നിൽക്കുന്ന കറ്റയാ. ഓ ജീസസ്. വീണ്ടും ഞാൻ പറയുന്നു, പ്രതിസന്ധിയിൽ പതറരുത്. ഈ അന്തരീക്ഷം പൊളിക്കാൻ ദൈവത്തിന് മിനിറ്റുകൾ മതി. മിനിറ്റുകൾ മതി. എത്ര പേർ മിനിറ്റുകൾ മതി. ഞാനൊരു വിശ്വാസം നിങ്ങളോട് പറയാമോ എന്ന് ചോദിക്കുക. നിന്നെ ഒതുക്കുന്ന അന്തരീക്ഷം മാറുമെന്ന് വിശ്വസിക്കാവോ? വിശ്വസിക്കാവോ? 3 ആണ്ടും 6 മാസം ആകാശം കറുത്തിട്ടില്ല, ഒരു തുള്ളി മഴ വീണിട്ടില്ല, ഒരു പച്ചപ്പുല്ല് കിളിച്ചിട്ടില്ല. പക്ഷെ ഒരുത്തൻ പറയാ മുഴക്കമുണ്ട്. അതിന്റെ കാര്യം ആകാബെ അന്തരീക്ഷം മാറാൻ പോവാ. നീ നോക്കിക്കോണം. ഒരു മഴയുടെ ആരോടോ ദൈവം പറയാം, നിന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷം, ബിസിനസിന്റെ അന്തരീക്ഷം, സന്തതി